ഇന്നത്തെ വീഡിയോ ഇതേപോലെയുള്ള വാൾ പോസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. ഇതിനത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പേര് ട്യൂട്ടോറിയൽ വീഡിയോ കാണിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് ഞാനിവിടെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് തീരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ പിൻട്രസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എസ്തെറ്റിക് വാൾ പോസ്റ്റേഴ്സ് പ്രിൻ്റബിൾ എന്നാണ് കേട്ടോ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്തോറും കൂടുതൽ കിട്ടും കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം നമുക്കിത് പ്രിൻ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി കുറയും. അങ്ങനെ നമുക്ക് വേണ്ട പിക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലപ്പം ഇതുവരെ പിൻട്രസ്റ്റ് യൂസ് ചെയ്യാത്തവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഏകദേശം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് കൂടുതൽ റിലേറ്റ് ആയിട്ടുള്ളത് ഏകദേശം അതേപോലെയുള്ളതൊക്കെ നമുക്കിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ എത്ര എണ്ണാണോ വേണ്ടത് അത്രയും ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പോസിറ്റീവ് കോഡ്സ് പ്രിൻ്റബിൾ എന്നാണ് കേട്ടോ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴും നമുക്കിതേപോലെ കുറേ കോഡ്സ് ഉള്ള ഡിസൈൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്തതിൽ കോഡ്സ് മാത്രമല്ല കേട്ടോ, കോഡ്സിന് പുറമേ തന്നെ നല്ല ഭംഗിയുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഇമേജസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വേറെ കുറേ ടൈപ്പ് പ്രിൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ നമ്മൾ പോസിറ്റീവ് കോഡ്സ് എന്നാണല്ലോ സെർച്ച് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കോഡ്സ് ആണ് വരിക. പിന്നെ പ്രിൻ്റബിൾ എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചൊരു ഫാൻസി ആയിട്ട് ഇപ്പോൾ നമുക്ക് വാൾ പോസ്റ്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അധികം കോഡ്സ് മാത്രമായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്നും ഞാൻ കുറച്ചൊക്കെ നോക്കി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണ്ട തീമിലും ഒക്കെ സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിങ്ക് വേണമെങ്കിൽ പിങ്ക്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം വിൻറ്റേജ് തീമിലുള്ളത് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ, മോട്ടിവേഷണൽ, അങ്ങനെ എന്താണോ വേണ്ടത് നമ്മുടെ ഒരു തീമിനനുസരിച്ച് ഏത് ടൈപ്പും നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു കോട്ട് വാൾ പോസ്റ്ററായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്സ് ആണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതും പേസ്റ്റൽ വാൾപേപ്പർ എന്നൊക്കെ സെർച്ച് ചെയ്തെടുത്താൽ ഇതേപോലെ കുറേ കിട്ടും. അപ്പോൾ അതിന് വേണ്ടത് ഡൗൺലോഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്യാൻവ ആപ്പാണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഞാൻ A3 ഡോക്യുമെൻ്റ് എന്നാണ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. A4 ആണെങ്കിൽ നിങ്ങൾക്ക് A4 കൊടുക്കാം. ഞാൻ പ്രിൻ്റ് ചെയ്യണത് സ്റ്റുഡിയോ എന്നായതുകൊണ്ട് തന്നെ അവിടെ A3 ആണ് ഉള്ളതിൽ ചെറിയ ഷീറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും A3 ചെയ്യണത്. നിങ്ങൾ പുറത്തുനിന്ന് സ്റ്റുഡിയോ എന്നൊക്കെയാണ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം A3 ആയിരിക്കും. അങ്ങനെ ഒരു A3 ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ക്രോപ്പ് ചെയ്ത് വേണ്ട സൈസിലാക്കിയിട്ടുണ്ട്. പിന്നെ താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ്, നമുക്ക് എന്ത് കോട്ടാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് എന്തോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ കളറോ ഫോണ്ട് സ്റ്റൈലോ ഡിസൈനോ എന്ത് വേണമെങ്കിലും നമ്മൾ ഇഷ്ടത്തിന് മാറ്റാം. ഇനി സ്റ്റിക്കേഴ്സും എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യൽ ഭയങ്കര കുറവാണ്, കാരണം പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ അതെല്ലാം, അതായത് ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒറ്റ ഇമേജ് ആക്കി മാറ്റുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ട സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി തീരെ കുറയൂല, നല്ല ക്ലിയറിൽ തന്നെ കിട്ടും. ഇനിയിപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഇതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റാൻഡം സൈസിലാണ് കേട്ടോ ഞാൻ ചെയ്യലുള്ളത്. കാരണം എല്ലാം ഒരേ സൈസ് ആകുമ്പം ഒരു രസം ഉണ്ടാവില്ലല്ലോ വോളിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഓരോ ഇമേജിനും അതിൻ്റേതായിട്ടുള്ളൊരു പിക്ചർ റേഷ്യോ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് വേണ്ടത് ക്രോപ്പ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഒരേ സൈസിൽ വേണമെന്നാണെങ്കിൽ അങ്ങനെയും എല്ലാം ഒരുമിച്ച് ഒരേ സൈസിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതിൻ്റെ സൈസ് എന്നൊക്കെ പറയണത് ഇപ്പം ഞാൻ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, ഒരു വരിയിൽ 4 അല്ലെങ്കിൽ 3 വരുന്ന രീതിയിൽ അങ്ങനെ വെച്ചാൽ തന്നെ ഏകദേശം ഒരു മീഡിയം സൈസിൽ കിട്ടും. പിന്നെ നമുക്ക് വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെയുള്ളതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അങ്ങനെ ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പം PDF പ്രിൻ്റ് എന്നുള്ള ഫോർമാറ്റിൽ വേണം ഡൗൺലോഡ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ നമുക്ക് എവിടെ നിന്നാണോ പ്രിൻ്റ് എടുക്കുന്നത് അവർക്ക് മെയിൽ ചെയ്യുകയോ വാട്സപ്പ് ഡോക്യുമെൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നിട്ട് 300 GSM-ൽ ലേസർ പ്രിൻ്റാണ് കേട്ടോ ചെയ്യണത്. GSM എപ്പോഴും 300 തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ മടക്കും അടയാളമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെയാണ് കേട്ടോ കിട്ടുക. ഞാനിപ്പോൾ ഇത് വേറെ ഏതോ പ്രിൻ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെ ഓരോന്നും അതിൻ്റെ ആ ഒരു സൈസിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വൈറ്റ് ബോർഡറൊന്നും കൊടുക്കലില്ല കേട്ടോ, ആ ഒരു ഫോട്ടോ ഉള്ള പോലെ തന്നെയാണ് കട്ട് ചെയ്യൽ. ഇതൊക്കെ ഇതേപോലെ ഞാനിങ്ങനെ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യുമ്പോൾ ബാക്കി സ്പേസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതേപോലെ കോഡ്സാണ് പ്രിൻ്റ് ചെയ്യലുള്ളത്. അങ്ങനെ മുന്നേ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് ചുമരിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഡ്രോപ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഫസ്റ്റ് ഞാൻ ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണില്ല. വാഷി ടേപ്പും അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണില്ല. സാധാ സെല്ലോ ടേപ്പും അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒട്ടിക്കണ ആ ഒരു ദിവസം നിൽക്കും, പക്ഷെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തിന് അത് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഡ്രോപ്സാണ് ഞാൻ യൂസ് ചെയ്യലുള്ളത്. ഇത് ഇങ്ങനെ ഒരു പാക്കറ്റിൽ 2 കേട്ടോ കിട്ടുന്നത്. 20 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ചെറുത് മതി, നമുക്ക് ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാനിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലുള്ളത്. ഇത് നമ്മൾ ഈ ഷീറ്റിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല, കാരണം കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷീറ്റിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ ഡബിൾ സൈഡഡ് ടാപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, പക്ഷെ അത് യൂസ് ചെയ്താൽ വോളിൽ നല്ല അടയാളം ഉണ്ടാവും. ഇത് യൂസ് ചെയ്താലും അടയാളം ഉണ്ടാവും, പക്ഷേ ഇതിനേക്കാളും കൂടുതലാണ് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ അത്ര സ്ട്രോങ്ങും അല്ല അത്. Tall buildings as the chemicals that take us higher. അങ്ങനെ അത് രണ്ടും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി ഇത്രയാണ് കേട്ടോ എൻ്റെ വാളിലുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 300 GSM-ൽ പ്രിൻ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ കിട്ടും. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ വാഷി ടൈപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ ഈ ഒരു ഗ്ലൂ ഡ്രോപ്സ് ഉണ്ട്. പിന്നെ ജസ്റ്റ് മുകളിൽ മാത്രം വാഷി ടൈപ്പ് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗ്ലൂ ഡ്രോപ്സ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ അടയാളം ഉണ്ടാവുക. ചെറുതായിട്ട് ഇതേപോലെ അതിൻ്റെ കളറൊന്ന് മാറും. ഇനി ഡബിൾ സൈഡഡ് ടാപ്പാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ഇത്രയും അടയാളമായിട്ടുണ്ടാവും, കാരണം അത് അത്യാവശ്യം സൈസ് ഉള്ളതാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇത് ആർക്കെങ്കിലും പ്രിൻ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ വാൾ പോസ്റ്റേഴ്സ് സെയിൽ ചെയ്യലുണ്ട്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ.